നമസ്കാരം. ദിസ് ഈസ് നന്ദൻ ആൻഡ് വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്. ഇന്ന് ഡിസംബർ 20, 2024. എനിക്ക് തോന്നുന്നു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരുപാട് നാളായി കാണാൻ തുടങ്ങിയ അല്ലെങ്കിൽ കേൾക്കാൻ തുടങ്ങിയ ഒരു പേര് മാർക്കോ. മാർക്കോയുടെ റിലീസാണ് മക്കളെ ഇന്ന്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ഭയങ്കരമായ ഒരു എക്സൈറ്റ്മെന്റിലാണുള്ളത്. ബിക്കോസ് ആ മാർക്കോ എന്നൊരു ടീം നമുക്ക് തന്നൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. മാർക്കോന്റെ ടീം കഴിഞ്ഞ കുറഞ്ഞ 6 മാസങ്ങളായിട്ട് അല്ലെങ്കിൽ 3-4 മാസങ്ങളായിട്ട് നമ്മളിങ്ങനെ ത്രില്ലടിപ്പിച്ച് എജ്ജാതി ത്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും എക്സൈറ്റ്മെന്റിന്റെ കൊടുമുടിയിൽ എത്തിച്ച് ഇങ്ങനെ ഇരുത്തിയിട്ടുള്ള നമ്മളെ എല്ലാ മലയാളി സിനിമ ഇഷ്ടപ്പെടുന്ന, സിനിമയെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ, മലയാളം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെ. സോ അത്തരത്തിലാണ് അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ അതിന്റെ ടീസർ മുതൽ പിന്നെ ഇതിനിടക്ക് 10 ദിവസത്തായി ഇറക്കി വിട്ട ഓരോ പോസ്റ്ററും അജാതി പോസ്റ്ററാണ്. ഒരു രക്ഷയില്ല. നമ്മളൊരു ഇന്റർനാഷണൽ ലെവൽ മൂവിന്റെ ഒരു സ്വഭാവമുള്ള ആ ടീസറിലൊക്കെ കാണുന്ന ഓരോ സീനും എന്റെ കണ്ണിൽ ഇങ്ങനെ മിന്നി മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ടീസർ കണ്ട് ഒരാളും മാർക്കോനെ മറക്കില്ല, ഉണ്ണിമുഖത്തിനെ മറക്കില്ല. ആൻഡ് ദാറ്റ് ക്യാരക്ടർ, ആ ക്യാരക്ടറിനെ നമ്മൾ മറക്കാൻ പോകുന്നില്ല. സോ അജാതി ഒരു എക്സൈറ്റ്മെന്റിലാണ് ആ ഒരു മാർക്കോ ടീം. ബിക്കോസ് ക്വാളിറ്റി ഓഫ് ദ ഫിലിം മേക്കിംഗ്, അതാണ് ഏറ്റവും കൂടുതൽ പറയാണ്. ക്വാളിറ്റി നമ്മളിപ്പോ കില്ല് കണ്ടു, അല്ലെങ്കിൽ ജോൺ വിക്ക് കണ്ടു, കന്നഡയിൽ അവർക്ക് പറയാൻ KGF വന്നു, പിന്നെ തെലുങ്കിലാണെങ്കിലും ഒരുപാട് പടങ്ങൾ, പുഷ്പയാണെങ്കിലും ബാഹുബലി ആണെങ്കിലും RR ആണെങ്കിലും ടെക്നിക്കലി അത്രയും ഹൈ ആയിട്ട് നിൽക്കുന്ന കുറെ പടങ്ങൾ. അതേപോലെ ഹോളിവുഡിൽ എടുക്കുകയാണെങ്കിൽ ജോൺ വിക്കും അത് കേരളത്തിലെ വരെ ആരാധകരുണ്ട് എന്നാണ് ജോൺ വിക്കിന്. പിന്നെ ലിയോ, തമിഴ് നോക്കുകയാണ് ലിയോ. സോ മലയാളത്തിൽ ഇവർക്കൊക്കെ മുമ്പേ നമുക്ക് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് യെസ് വി ഹാവ് മാർക്കോ എന്നാണ് ഇപ്പൊ ആൾക്കാർ പറയുന്നത്. സോ അപ്പൊ അതിന്റെ റിലീസ് എന്ന് പറയുന്നത് ഇന്ന് റിലീസാണ്, റിലീസ് ഡേറ്റ് ആണ്. സോ അതിന്റെ എക്സ്പെക്ടേഷൻസും കാര്യങ്ങളും എന്തായിരിക്കും, ഏത് രീതിയിലാണ് ആൾക്കാർ ഫസ്റ്റ് റിവ്യൂ വരുന്നത് എന്നുള്ള കാര്യങ്ങളിൽ വരുന്നതിന് മുമ്പ് ഞാൻ എന്റെ ചെറിയൊരു എക്സ്പെക്ടേഷൻ പറയാമെന്ന് വിചാരിച്ചു. സോ ഗൈസ്, അപ്പൊ മാർക്കോ കാണുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഒരു A സർട്ടിഫിക്കറ്റ് പടമാണ്. A സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ബ്ലഡ് ഷെഡ്, അതായത് ഒരു ചോരക്കളിയാണ്, വയലൻസ് ആണ്. വയലൻസ് അറ്റ് ഇസ് പീക്ക് ലെവലുള്ള വയലൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. സോ അത്തരത്തിലാണ് എന്നുള്ള സിനിമ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം മാർക്കോക്ക് കയറാൻ വേണ്ടിയിട്ട്. ആൻഡ് എസ്പെഷ്യലി ഇറ്റ്സ് നോട്ട് റെക്കമെൻഡഡ് ഫോർ ദോസ് ഹു ആർ ബിലോ 18. 18 വയസ്സിന് താഴെയുള്ള ആർക്കും ഈ സിനിമ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇത് A സർട്ടിഫിക്കറ്റ് കിട്ടിയ പടം തന്നെയാണ്. ആൻഡ് നമ്മൾ അതിന്റെ ടീസറിലും അതിന്റെ അണിയറ പ്രവർത്തകർ ഓരോ ഘട്ടത്തിലും വന്ന് നമ്മോട് പറയുന്നുണ്ട് ഇത് അജാതി, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വയലൻസ് ആണ് ഇതിൽ കാണിക്കാൻ പോകുന്നതെല്ലാം. ഇപ്പൊ അതിലുള്ള ജഗദീഷ് വില്ലൻ വേഷമാണെന്ന് തോന്നുന്നു. ആൻഡ് മൂപ്പരൻ ഒരു ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ കൊണ്ട് അവർ ചെയ്യിപ്പിക്കാത്ത ജോലികളില്ല, സിഗരറ്റ് വലിക്കലും വെള്ളം കുടിക്കലും എന്നല്ല, അതിനും അപ്പുറം ആൾക്കാർക്ക് ജഗദീഷ് എന്ന കഥാപാത്രനെ കൊല്ലണം എന്ന് വരെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പല കാര്യങ്ങളും ജഗദീഷിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതുള്ളത്. ബിക്കോസ് എനിക്ക് തോന്നുന്നു ജഗദീഷ് ചേട്ടന്റെ ക്യാരക്ടർ എന്നും പറഞ്ഞാൽ അജാതി ഒരു ക്യാരക്ടർ ആയിരിക്കണം. ബിക്കോസ് മൂപ്പര ലൈഫ് കരിയറിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പ്രത്യേകിച്ച് ഒരു വില്ലൻ വേഷങ്ങളിലാണെങ്കിലും ഇതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത രീതിയിലായിരിക്കണം ചെയ്ത് സ്ക്രീൻ പ്രസൻസും അല്ലെങ്കിൽ അതൊരു കാര്യങ്ങൾ കൊണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. സോ പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുള്ളൂ, ഇത് A സർട്ടിഫിക്കറ്റ് പടമാണ്, ഇത് ബ്ലഡ് ഷെഡ് ആണ്, അല്ലെങ്കിൽ ഒരു ചോരക്കളിയാണ് മക്കളെ. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. നമ്മളിപ്പോ കില്ല് ബോളിവുഡിൽ വരുന്ന സമയത്ത് ഒരുപാട് പേര് നമുക്ക് അങ്ങനെ അറിഞ്ഞില്ല, പക്ഷെ ആ തിയേറ്ററിൽ പോയിട്ട് ആസ്വദിച്ച ഒരു വലിയൊരു കൂട്ടമുണ്ട്. ബിക്കോസ് ഇത്തരത്തിലുള്ള സിനിമ ഇഷ്ടപ്പെടുന്നത്, വയലൻസ് സിനിമ ആയിക്കോട്ടെ, ആക്ഷൻ സിനിമ ആയിക്കോട്ടെ, അത്തരത്തിലുള്ള സിനിമ ഫാൻസ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഞാനും അത്തരത്തിലുള്ള ഫാൻസാണ്. ബിക്കോസ് അത്തരത്തിലുള്ള സിനിമ കാണാൻ എനിക്ക് ഇഷ്ടമാണ്. വയലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്ഷൻ പാക്ഡ് ത്രില്ലർ, അത്തരത്തിലുള്ള രീതിയിൽ വരുന്ന ഒരു ചോരക്കളിയുള്ള സിനിമകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അത്തരത്തിൽ കുറെ ആളുകൾക്കുണ്ട്. സോ അത്തരത്തിൽ അവർക്ക് ഭയങ്കര തറവുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും തന്നെയാണ് വിശ്വാസം. ആൻഡ് ഈ സിനിമയെക്കുറിച്ച് ഒട്ടും അറിയാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ഇതാണ് മൂവി, ഇങ്ങനെയാണ് മൂവി എന്നുള്ളത് കാര്യമായിട്ട് അറിയാൻ ശ്രമിക്കുക. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള ആക്ഷൻ അല്ലെങ്കിൽ വയലൻസ് സിനിമകളുടെ ഒരു ചെറിയൊരു കടന്നുകയറ്റം നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ആനിമല് ബോളിവുഡിൽ വന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് റിവ്യൂ കാര്യങ്ങളും നെഗറ്റീവ് അഭിപ്രായങ്ങളും വന്നതാണ്. പക്ഷെ അതിലെ ആക്ഷൻസ് ആൻഡ് വയലൻസ് ആൻഡ് ആക്ഷൻ എന്ന് പറയുന്നത് പീക്ക് ലെവൽ സാധനമായിരുന്നു. നമ്മള്
അതിലുണ്ട്. അത് നമ്മൾ ഹോളിവുഡുമായിട്ടൊന്നും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്നില്ല. പക്ഷേ ഇറ്റ് ഇസ് എ വയലന്റ് ഫിലിം. ആൻഡ് അനിമൽ പാർക്ക് എന്ന് പറഞ്ഞ ഒരു സിനിമ എഗെയിൻ വരുന്നുണ്ട്. അതും വയലന്റ് ആണ്, എക്സ്ട്രാ വയലന്റ് ആണ് അതിന്റെ സംവിധാനം പറയുന്നത്. ഞാൻ രണ്ടാമത് പറഞ്ഞ പോലെ കിൽ എന്ന സിനിമ എന്റെ മോനെ അതുക്ക് മേലെയുള്ളൊരു തിയേറ്ററിൽ പോയിട്ട് കണ്ടവർക്ക് അത് മനസ്സിലാവും. OTT-ലൊന്നല്ല അതിന്റെ ശരിക്കുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. തിയേറ്ററിൽ പോയിട്ട് ആ സൗണ്ട് എഫക്റ്റോടെ ആൾക്കാരെ കൂടെ ഇരുന്ന് കാണുന്ന സമയത്ത് ദാറ്റ്സ് വാസ് എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആയിരുന്നു. ഈ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു കില്ല് എന്ന് പറഞ്ഞ സിനിമ ഹോളിവുഡിലേക്ക് റീമേക്ക് ചെയ്യാൻ പോകുന്ന ഒരു വാർത്തയും കൂടിയുണ്ട്. സോ നമ്മൾ ഹോളിവുഡിലും ബാക്കി ഇപ്പൊ കൊറിയൻ പടത്തിലാണെങ്കിലും ചൈനീസ് പടത്തിലാണെങ്കിലും നമ്മൾ ഒരുപാട് എന്താണ് ഇത്തരത്തിലുള്ള വയലന്റ് ആയിട്ടുള്ള സിനിമകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് സോ ആണെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് രീതികൾ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് എങ്ങനെയാണ് വയലൻസ് ഓരോ സ്ക്രീനിലും കാണിക്കുക എന്നുള്ളത്. സോ അതേപോലെ ഒരു സിനിമയാണ് നമ്മളിലെ മാർക്കോ എന്ന സിനിമ നമ്മുടെ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അഭിമാനിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ജോണറിലുള്ള സിനിമ വരണം എന്നാണ്. നമ്മൾ ഒരേ ടൈപ്പ് തന്നെ സിനിമ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ എത്ര കാലം മുമ്പോട്ട് പോകും. ഈ ലോക സിനിമയിൽ ഇത്രയും വെറൈറ്റി ആയിട്ട് സിനിമകൾ വരുന്ന സമയത്ത് അതിൽ അത്രയും ജോൺ വിക്ക് പോലുള്ള അല്ലെങ്കിൽ കില്ല് പോലുള്ള സിനിമകൾ വരുന്ന അതിൽ പ്രേക്ഷകരെ ഏറ്റെടുക്കുന്ന സമയത്ത് മലയാളത്തിൽ എന്തുകൊണ്ട് അത്തരത്തിൽ സിനിമ വന്നുകൂടാ എന്നാണ്. സോ മലയാളത്തിലെ ഒരു ബെഞ്ച് മാർക്ക് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഇനി സിനിമ ഇനി നിർമ്മിക്കാനുള്ള ഒരു പ്രേരണ അല്ലെങ്കിൽ നിർമ്മിക്കാനുള്ള ആൾക്കാർക്കുള്ള ഒരു കോൺഫിഡൻസ് മാർക്കോയിലൂടെ എല്ലാവർക്കും കിട്ടുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയായിട്ട് കാണാൻ നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും ഒരു വയലൻസ് സിനിമയെ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. അതിലെ വയലന്റിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, വയലൻസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. സിനിമയായിട്ട് കണ്ട് സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നു, അവർ ആ കലാസൃഷ്ടിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അല്ലാതെ ആ ഒരു വയലൻസിനെ നമ്മൾ ഭയങ്കര എന്താണ് ഹൈലൈറ്റ് ചെയ്ത് അങ്ങനെയൊന്നും കാണിക്കാൻ ഒരു സിനിമാക്കാരും അതിലൂടെ ശ്രമിച്ചിട്ടുമില്ല. ബിക്കോസ് അത് നമ്മൾ മനസ്സിലാക്കണം. അതൊന്നും ഇല്ലാതെ നമ്മൾ ഇതിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ ലോജിക്കോ കാര്യങ്ങളോ അന്വേഷിച്ച് അതിന്റെ പുറകിലെ പോയാൽ ദാറ്റ്സ് നോട്ട് ഫെയർ. അതിൽ ഫെയർ ആയിട്ടൊരു കാര്യമല്ല. നമ്മൾ സിനിമയായിട്ട് കാണാൻ ശ്രമിക്കുക, പോയിട്ട് എൻജോയ് ചെയ്യുക, തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്യുക, അത് അവിടെ വിടുക എന്നുള്ളതാണ്. അല്ലാതെ അതിന്റെ വയലൻസിനെ എടുത്ത് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. സോ മാർക്കോനെ കുറിച്ച് വേറെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ബുക്ക് മൈ ഷോയിൽ 1,26,000 പേരാണ് ഈ സിനിമയ്ക്ക് ഇൻട്രസ്റ്റ് കാണിച്ചത്. ആ ലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് അത് ഭയങ്കര റെക്കോർഡായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ആൻഡ് 2024 മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഫിലിം IMDb-യിലെ നിങ്ങൾ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിന് ഏറ്റവും ഫസ്റ്റിൽ ഇപ്പൊ ഇന്ത്യയിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ വെയിറ്റിംഗ് ചെയ്തിരിക്കുന്ന ഒരു പടം എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിലെ മാർക്കോ ആണ്. സോ അതിൽ ബേബി ജോൺ ഉണ്ട്, അങ്ങനത്തെ കുറച്ച് ബോളിവുഡും തെലുങ്കിലും എല്ലാത്തിലും പടങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും ടോപ്പ് 71% ആണ് അതിൽ കാണിക്കുന്നത്. സോ അത് നമുക്ക് ഭയങ്കരമായ ഒരു അഭിമാനം, പ്രൗഡ് മൊമെന്റ് ആണ്. ബിക്കോസ് ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്, ഇത്തരത്തിലുള്ള റിപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കാണിക്കുന്നത് മാർക്കോയിൽ. ആൻഡ് ഒബ്വിയസ്ലി ചില പേഴ്സണൽ കാര്യങ്ങൾ മൂലം എനിക്ക് ഇന്ന് വൈകുന്നേരം മാത്രമേ എനിക്ക് ഇതിന്റെ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. സോ 5:30 സിനിമ ബുക്ക് ചെയ്തിട്ടുള്ളത്. സോ എക്സൈറ്റഡ് ആണ്. 2.5 മണിക്കൂറോ 3 മണിക്കൂറോ ഉണ്ടെങ്കിൽ ഫ്രണ്ട് സീറ്റിലാണെങ്കിൽ ഫ്രണ്ട് സീറ്റിൽ ഞാൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് മൂവിയുടെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് എന്തായാലും ഞാൻ വരും. ഇത് ഞാനൊരു എക്സ്പെക്ടേഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഇത്രയും വലിയൊരു മൂവി റിലീസ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു എക്സ്പെക്ടേഷൻ, ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റ്. ആൻഡ് ഒബ്വിയസ്ലി ഞാൻ എന്താ പറയുക, ഒരു വയലൻസ് സാധനം കാണാൻ, ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു വയലൻസ് സാധനം കാണാൻ ഞാൻ വെയിറ്റിംഗ് ആണ്. ഇതുവരെ ട്രെയിലർ പോലും ഇതിൽ ഇറക്കി വിട്ടിട്ടില്ല എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു സംഭവമാണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു സിനിമ. ഐ മീൻ ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ്. ബിക്കോസ് ട്രെയിലർ എന്ന് പറയുന്നത് എല്ലാ സിനിമയിലും ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇതുവരെ ട്രെയിലർ ഉണ്ടായിട്ടില്ല, ട്രെയിലർ ഇല്ല എന്ന് തന്നെയാണ് അതിലവർ പറഞ്ഞത്. സോ വെയിറ്റ് ഫോർ മാർക്കോ. വെറിത്തനമായിട്ടുള്ള ബ്ലഡ് ഷെഡ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. നിങ്ങൾ എല്ലാവരും പോയിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. സോ വെയിറ്റിംഗ് ഫോർ മാർക്കോ. സോ ഗെറ്റ് റെഡി ഫോർ ദ ബ്ലഡി ഹെൽ.